എൻ്റെ ഒക്കെയിലും മൂത്ത ജ്യേഷ്ഠൻ, ഞങ്ങൾ 4 സഹോദരന്മാർ. അദ്ദേഹം BA ഒക്കെ കഴിഞ്ഞ്, ഞങ്ങൾ തമ്മിലൊരു 15-16 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. BA ഒക്കെ കഴിഞ്ഞ് വന്ന് നാട്ടിലിരിക്കുന്ന കാലത്ത് ഈ കുറേശ്ശൊക്കെ ചില ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നു. അതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയത്, ഒരിക്കൽ അവിടെ വരുന്ന ഈ ഒരു പഴയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അവിടെ വന്നിരുന്നു. അത് മാത്രം അവിടെ തപ്പാലിൽ വന്നിരുന്നു. അത് മറിച്ച് നോക്കിയപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് അതിൽ അച്ചടിച്ചുണ്ട്. അദ്ദേഹം ഈ അയർലൻഡിലെ ദേശീയ നേതാവ് ഡിവാലറെ പറ്റിയിട്ട് ഒരു ലേഖനം എഴുതി. എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് അതിൻ്റെ താഴെ അച്ചടിച്ചുണ്ട്. അപ്പോൾ ഈ അച്ചടിച്ച വാക്കുകളോട്, അച്ചടിച്ചു വരുന്ന സാധനങ്ങളോടൊക്കെ ഒരു ആഭിമുഖ്യം ഉണ്ടായി എന്ന് പറയാം. അപ്പോൾ ആ കാലത്ത് നാട്ടിൻപുറത്ത് വായനശാലകളൊക്കെ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു? ഇല്ല, എൻ്റെ ഗ്രാമത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ പിന്നീട് ഹൈസ്കൂളിൽ പോകാൻ തുടങ്ങിയ കുമരനെല്ലൂർ പോലും ഒരു വായനശാല ഉണ്ടായിരുന്നു. കുമരനെല്ലൂർ വായനശാല ഉണ്ടായിത്തീർന്ന് വളരെ കഴിഞ്ഞിട്ട്. അന്ന് പിന്നെ പുസ്തകങ്ങളുള്ള ചില വീടുകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് കുമരനെല്ലൂരിൽ അക്കിത്തത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ അവിടെ പോയിട്ട് പുസ്തകങ്ങളൊക്കെ എടുക്കൽ പതിവായിരുന്നു. ഞാനും കുറേ കഴിഞ്ഞപ്പോൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ആ വീട്ടിൽ പോയിട്ട് പുസ്തകങ്ങളൊക്കെ എടുത്തിരുന്നു. ഇന്നത്തെ മാതിരിത്തെ വായനശാലകളോ ഗ്രന്ഥാലയങ്ങളോ ഒന്നും ആ പരിസര പ്രദേശത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് സ്കൂൾ ലൈബ്രറികളിൽ നിന്നൊക്കെ ഈ പുസ്തകം എടുത്തു കൊടുക്കുന്നതിന് ആളുകൾക്ക്, മാസ്റ്റർമാർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ വായനയിൽ താല്പര്യമുള്ള കുട്ടികൾ വൈകുന്നേരങ്ങളിൽ മാഷന്മാരെ കൂടെ എന്നിട്ടൊരു പുസ്തകം വേണമെന്നൊക്കെ പറഞ്ഞാൽ ഇന്നില്ല, അടുത്ത ആഴ്ച ആവട്ടെ, ഇപ്പോൾ സമയമല്ല. പക്ഷേ അവിടെ എന്നെ പഠിപ്പിച്ച മാഷായിരുന്നില്ല. അതല്ലാത്ത ഒരു SP നമ്പീശൻ എന്നിട്ടൊരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം നേരിട്ട് എന്നെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇതിലൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളുടെ ഹൈസ്കൂളിൽ ആദ്യമായിട്ട് ഒരു കയ്യെഴുത്ത് മാസിക എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചത്. അങ്ങനെ ചില മാഷന്മാരുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ചില അധ്യാപകന്മാരെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മരിച്ചുപോയി ഒരു വാസുണ്ണി എം പി പറഞ്ഞിട്ടൊരു മാഷുണ്ടായിരുന്നു. ഞങ്ങൾ കൂടല്ലൂർ ഈ ഗ്രാമത്തിൽ നിന്ന് കുമരനെല്ലൂർ വരെ നടക്കും, ഒരു 6-7 നാഴികയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 1-1.5 നാഴിക നടന്നാൽ ഇദ്ദേഹത്തിൻ്റെ പരിസരത്തിലെത്തി. അവിടുന്നും കുറേ കുട്ടികളുണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങളുടെ മാഷില്ലാത്ത സമയത്ത് പകരം വന്നിട്ട് എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്കുന്നതിന് ഓരോ കഥ പറയാൻ തുടങ്ങി. നമുക്ക് വലിയ താല്പര്യമായി. പിന്നീട് പലപ്പോഴും ഞങ്ങൾ ഈ മാഷുടെ കൂടെ തിരിച്ചു പോരുമ്പോൾ മാഷ് കഥ ആരംഭിക്കും. അങ്ങനെ എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട് ഈ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എൻ്റെ കഥ. അത് അനേക ദിവസങ്ങളായിട്ടാണ് അദ്ദേഹം ഈ യാത്രയിൽ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തീർത്തത്. അത് കഴിഞ്ഞിട്ട് 3 മസ്കറ്റേഴ്സിൻ്റെ കഥ, അതും കുറേ ദിവസങ്ങളെടുത്തിട്ടാണ് തീർത്തത്. അപ്പോൾ ഈ കഥയുടെ ലോകം, ഈ ഭാവനയുടെ ഒരു ലോകമുണ്ടല്ലോ, അതിലേക്കൊക്കെ കടക്കാൻ ഈ മാതിരി അധ്യാപകന്മാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്.